ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ഞങ്ങൾ കുർബാനയ്ക്കൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോകണം. ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നാട്ടിലേക്ക് പോകാറായല്ലോ. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഷോപ്പിങ്ങിന്റെ സമയങ്ങളായി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങളുടെ ഷോപ്പിംഗ്, അഞ്ജുവിൻ്റെ ഷോപ്പിംഗ് ഒരുവിധമൊക്കെ തീർന്നതാണ്, ബർത്ത്ഡേയുടെ സമയത്തൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ അഞ്ജുവിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കുള്ള ഷോപ്പിങ്ങിനായിട്ട് പോകണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ആദ്യം എനിക്കുള്ളത് നോക്കുന്നുണ്ട്, സമയം കിട്ടണമെങ്കിൽ ചേട്ടനുള്ളതും കൂടെ ഇന്ന് തന്നെ എടുക്കാമെന്ന്. സമയം കിട്ടിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം പോയി. അധികം നല്ല ഒന്നുമില്ല, ചെറുതായിട്ടുള്ളൂ. എനിക്കും അധികമൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂ. അപ്പം എന്തായാലും കടയിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ചിലപ്പോൾ കടയിൽ ചെല്ലുന്നിടത്ത് ഓരോന്ന് കാണുന്ന സമയത്ത് ഇഷ്ടം തോന്നുമ്പോൾ അങ്ങനെ എടുത്തു പോകണം, അത്രേ ഉള്ളൂ. പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചതും പിന്നെ ബോംബെയിൽ നിന്ന് വാങ്ങിച്ചതൊക്കെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് എടുക്കണമെന്നൊന്നും പ്ലാനില്ല. ഇനി കണ്ണിലങ്ങനെ നല്ലതുകളൊക്കെ ഇഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ പെട്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്, അപ്പോൾ അതും കൂടെ വാങ്ങിക്കണം. ഇന്ന് പുറത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് വെയിലും ഇല്ല, നല്ല കാലാവസ്ഥയാണ്. ഒരു മൂടലൊക്കെ പോലെയാണ് നിൽക്കുന്നത്, മഴ പെയ്യുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഞങ്ങൾ കടയിലേക്കായിട്ട് ഇറങ്ങണം. അഞ്ചൊന്നും വന്നില്ല ഷോപ്പിങ്ങിന്, അഞ്ച് വീട്ടിൽ തന്നെയാണ്. അഞ്ച് വന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ ഷോപ്പിംഗ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അഞ്ച് വന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി പോകണം. അപ്പോൾ നമ്മൾ ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പം അങ്ങനെ ഞങ്ങൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴക്കാറുണ്ട്, മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. ചെറുതായിട്ട് പൊടിയനും ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നമുക്ക് കാണാം പൊടിയുന്നത്. അപ്പം അതാണ് ഗ്ലാസ് മേലേക്കൊക്കെ ചെറിയ തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇനി മഴ സ്ട്രോങ് ആവുമോന്ന് അറിയില്ല. ചൂട് കൂടുതൽ കാരണം ഞങ്ങൾക്ക് സ്കൂൾ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ മഴക്കാറൊക്കെ. മഴ കിട്ടണമെങ്കിൽ നല്ലതായിരുന്നു, ഞങ്ങൾക്ക് ചൂടൊക്കെ കുറഞ്ഞ് വലിയ കുഴപ്പമില്ലാതെയാണ് നീങ്ങാം. അങ്ങനെ ഞങ്ങൾ ആ മെയിൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കിട്ടിയ സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്ത് ഇതാ നമ്മുടെ ചുരിദാറൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഷോപ്പിലേക്ക് തന്നെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാവുമ്പോൾ നമുക്ക് റെഡിമെയ്ഡും എടുക്കാം, അതുപോലെ തന്നെ മെറ്റീരിയൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാവുമ്പോൾ അവർക്ക് അറിയുകയും ചെയ്യും നമ്മുടെ കുറച്ചൊക്കെ ഒരു ടേസ്റ്റൊക്കെ എങ്ങനത്തെയാണെന്ന്, നമ്മുടെ ആ ടേസ്റ്റിനനുസരിച്ച് അവർക്ക് കാണിക്കാനും അറിയാം. അപ്പോൾ അങ്ങനെ അവർ ഇതാ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഇവിടെയൊക്കെ റെഡ് കളർ, യെല്ലോ കളറൊക്കെയാണ് യു പിയിലൊക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ അധികം വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കളേഴ്സൊക്കെ ആവശ്യപ്പെടുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ടൈപ്പ് കളേഴ്സൊക്കെ ആയിട്ട് അവർ പിടുത്ത് കാണിച്ചിരുന്നത് കൂടുതലും. അപ്പം അങ്ങനെ ഞാൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. ഇപ്പം ഈ കാണിച്ച ബ്ലൂ എനിക്ക് നല്ല ഇഷ്ടമായി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് എൻ്റെ സൈസും അല്ല. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ തുണി അങ്ങനെ കോട്ടൺ അല്ല, കംഫർട്ടബിൾ തുണിയല്ല, കുറച്ചിങ്ങനെ പോളിസ്റ്റർ മിക്സ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു തുണിയാണ്. കാണാനുള്ള ഭംഗി മാത്രമേ അത് തോന്നിയുള്ളൂ എനിക്ക്. അപ്പോൾ പിന്നെ അതങ്ങനെ ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ വേറെ ചുരിദാറുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി ഞാൻ എന്താ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഈ കടയിൽ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ബോംബെയിലൊക്കെ പോകുന്നതിന് മുൻപ് ഷോപ്പിങ്ങിന് വന്നതും ഈ കടയിൽ നിന്ന് തന്നെയായിരുന്നു ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇഷ്ടംമാതിരി കാണിക്കും. ഇവിടെയുള്ള കടകളിലൊക്കെ അങ്ങനെയാണ്, നമ്മൾ കാണാനൊക്കെ വരുമ്പോൾ ഒരു ഇഷ്ടംപോലെ പീസുകൾ എടുത്ത് കാണിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ഇവിടുന്ന് കണ്ടു, ഇനി വേറെ കടയിൽ പോവാം. അപ്പോൾ അങ്ങനെ ഒരു കടയിലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ കട മാറി വേറൊരു കടയിൽ നിന്ന് പോയി നോക്കണം. അവിടെ നമുക്കങ്ങനെ ഒരുപാട് സെലക്ഷൻ കിട്ടിയില്ല, കിട്ടിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കടയിലേക്ക് പോകണം.
അങ്ങനെ നമ്മൾ വേറെ കടയിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂസ് ആവും ഏതെടുക്കണ്ടേന്നുള്ളത്. അവരിങ്ങനെ ഒത്തിരി പീസസ് കാണിച്ചു തരുന്നുണ്ട് നമ്മളെ. അപ്പോൾ നമുക്ക് തന്നെ ഒരു പിടുത്തമില്ല ഇപ്പോൾ ഏതെടുക്കണ്ടേ, ഏതായിരിക്കും നമുക്ക് സ്യൂട്ട് ആവുക എന്നുള്ളത്. പിന്നെ ചിലതൊക്കെ നമുക്ക് നല്ല ഇഷ്ടം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സൈസ് ആയിരിക്കില്ല, ചിലത് നമുക്ക് തുണി ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെയൊക്കെ ചെറിയ കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നാലും മൊത്തത്തിൽ എല്ലാം നല്ല ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ അവരിങ്ങനെ എടുത്തിട്ട് കാണിച്ചു തരും കേട്ടോ. ഇഷ്ടംമാതിരി നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കങ്ങനെ മടുപ്പൊന്നുമില്ല എടുത്ത് കാണിച്ചു തരാൻ. അപ്പം അങ്ങനെ ഞാൻ ഇതാ ഇവിടെ നിന്നും ഇഷ്ടപ്പെട്ട പോലെ 1-2 ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ അത് എൻ്റെ സൈസിനുള്ളത് കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ അവിടുത്തെ അത്രയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ നോക്കാനായിട്ട് പോകണം. സെയിം കടയിൽ തന്നെ ജെൻസിൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ഥലത്തേക്ക് പോയി ഞങ്ങൾ അവിടെ നിന്ന് ഇതാ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചേട്ടനുള്ള ഒരു ഷർട്ടും വാങ്ങി പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ആ കടയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ വന്ന കടയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു കടയിലും കൂടെ കയറി. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാമല്ലോ, കുറച്ച് നോക്കിയിട്ടൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ വേറെ കടയിൽ കയറി. അപ്പോൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടി. അപ്പോൾ അങ്ങനെ 1-2 പീസ് ഞാൻ ഈ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 കടകളിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെയൊക്കെയാണ് എടുത്തത്. ഒരു കടയിൽ തന്നെ നമുക്കങ്ങനെ മുഴുവൻ ഇഷ്ടം വരാത്തതുകൊണ്ടും പിന്നെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒന്ന് കണ്ടാലല്ലേ അതിൻ്റെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇതിലും നല്ലത് വേറെ കടയിലുണ്ടെങ്കിലോ. അപ്പോൾ അത് തന്നെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ 2-3 കടയിലൊക്കെ കയറി അങ്ങനെയാണ് എടുത്തത്. ഇനി വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചുരിദാറുകളൊന്നും ഇപ്പോൾ എടുത്തിട്ടില്ല. അതൊക്കെ എടുക്കാനായിട്ട് വേറൊരു ദിവസം വരണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇനി പയ്യെ ഇതിൻ്റെ പുറകെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിട്ടില്ല. എടുക്കാനായിട്ട് ഇനി ഏതെങ്കിലും ദിവസം ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ വരണം. ഞങ്ങൾക്ക് എന്നും ക്ലാസ് ഉള്ള കാരണം കൊണ്ട് അങ്ങനെ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ്. ഇതിപ്പോൾ സൺഡേയിൽ വന്ന് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഷോപ്പിംഗ് നമ്മുടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകളായിരിക്കും. നല്ല തിരക്ക് പിടിച്ച ദിവസങ്ങളുമാണ്. എനിക്ക് പാക്കിങ് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് വേഗം എല്ലാം സെറ്റ് ചെയ്ത് സ്യൂട്ട് കേസൊക്കെ റെഡി ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ എൻ്റെ എടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഓൾട്ടർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അധികം ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ, കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ. ചേട്ടനൊക്കെ ഒരു ഷർട്ട് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം അത്രയും ടൈം കിട്ടിയുള്ളൂ. എനിക്കായാലും ചുരിദാറൊക്കെ നോക്കാൻ പല കടകളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഒരു സെയിം കടയിൽ നിന്ന് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം 2-3 കടയിൽ കയറിയിട്ടൊക്കെയാണ് നമ്മൾ സെലക്ഷൻ ഒക്കെ ഒന്ന് ഒരുവിധം ഒപ്പിച്ചത്. അപ്പോൾ കുറച്ച് ഐറ്റം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, പക്ഷെ ടൈം ഒത്തിരി എടുത്തു. ഞാൻ എന്തായാലും വാങ്ങിയായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചുരിദാർ ഏതാന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചോളൂ കേട്ടോ. ഇതാണ് എനിക്ക് എടുത്തിരിക്കുന്ന ഒരു ചുരിദാർ സെറ്റ് ഇട്ടത്. പിസ്ത കളറാണത്, പിസ്ത. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കുണ്ട്, ഡിസൈനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സുമേ ഉണ്ട്, 2 സ്ലീവ്സുമേ. ബാക്ക് പ്ലെയിൻ ആണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഉള്ളത് ഇതിൻ്റെ പാൻസിൻ്റെ കൂടെ അടിയിൽ ഇതാ വർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ അതിൻ്റെ ഷോള് പ്ലെയിൻ. ഇതാണ് ഒരു സെറ്റ്. ഇതിന്റെ വില നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, വില പറയാം. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 950 കേട്ടോ. ഇതിന്റെ റേറ്റ് 950. ഇതാണ് എൻ്റെ അടുത്ത ചുരിദാർ. ഇത് മജന്ത കളറാണ്. ഇതും ഫ്രണ്ടിൽ കുറച്ച് എംബ്രോയിഡറി വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ചെറിയ ഫ്ലവർ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ എംബ്രോയിഡറി വർക്ക്. പക്ഷെ ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സുമേ ആയാലും ചെറിയ ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കളറും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കോട്ടൺ തുണിയാണ്. പിന്നെ ഉള്ളിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗത്തേക്കേ ഉള്ളൂ, ഫുൾ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ജസ്റ്റ് വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഷോളാണിത്. ഷോളുമേ ആ ചെറിയ ഫ്ലവറായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രിന്റ്. വേറെ വർക്കൊന്നുമില്ല. ഷോളുമേ ജസ്റ്റ് ആ വർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ പാൻസ്, അതിൻ്റെ പാൻസ് പ്ലെയിൻ ആട്ടോ, മജന്ത കളറിൽ
പ്ലെയിൻ പാൻറ്. ബാക്കിൽ ഇലാസ്റ്റിക് ആയിട്ടാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന് 1385 രൂപ. അപ്പൊ ഇത് മാറ്റി നമുക്ക് ഇനി അടുത്തത്. ഇതും നല്ല പ്യുവർ കോട്ടൺ തന്നെയാണ്. ഇതാണ് എൻ്റെ അടുത്ത ചുരിദാറ്. ഇത് ഈ പ്രിന്റാണ് എല്ലാവരുടെയും. ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ചെറിയ ഇത്തിരി വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിലേക്ക് ആയാലും അതേ വർക്ക് തന്നെ, ആ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് 2 സ്ലീവ്സും അങ്ങനെ. പിന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് ബോർഡർ വർക്ക്. അത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഓവറോൾ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ, ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1165 രൂപ. പിന്നെ ഇതിൻ്റെ ഷോൾ ഇതാ അങ്ങനെ വൈറ്റ് ബേസ് ആയിട്ടുള്ള ഷോൾ കേട്ടോ. ബോർഡർ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ ആയിട്ട്. പാൻസ് ആയാലും ഇതാ ഡാർക്ക് ബ്ലൂ പ്ലെയിൻ പാൻറ്റാണ്. ഇത് ഇലാസ്റ്റിക് ആണ്. ഇത് ടോപ്പായിട്ട് മാത്രം, കുർത്തിയായിട്ട് മാത്രം വാങ്ങിച്ചേക്കുന്ന. ഇതിൻ്റെ കൂടെ സെറ്റ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ടോപ്പ് മാത്രം. ഇതെനിക്ക് കണ്ടപ്പോൾ അങ്ങനെ ഭയങ്കര ഇഷ്ടമായി. അവർ കാണിച്ചപ്പോൾ അതിൻ്റെ കുർത്തി കൂടെ, അവർ സെറ്റുകളൊക്കെ കാണിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ കുർത്തി കാണിച്ചെന്താ സിംഗിൾ ആയിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പിന്നെ ഇതെടുത്തു. സെറ്റ് അപ്പോൾ വേറെയാണ് എടുത്തത്, ഇതെടുത്തു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 865 രൂപ. ഇത് നല്ല കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കിവിടെ സമ്മറാണല്ലോ, അപ്പോൾ അത് മാത്രമല്ല യാത്രയ്ക്കൊക്കെ ആയാലും നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ഇങ്ങനത്തെ കോട്ടൺ തുണി ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കോട്ടൻ്റെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 4 ചുരിദാറാണ് എടുത്തിരിക്കുന്നത്. ഈ റെഡ്, പിന്നെ ബ്ലൂ, പിന്നെ മജന്ത കളറ്, പിന്നെ പിസ്ത. അപ്പോൾ ഇതിനകത്ത് ഏത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായ എന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ എഴുതിക്കോളൂ കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 4 ഇഷ്ടമായി, അതുകൊണ്ടാണ് 4 സെലക്ട് ചെയ്തത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ റെഡ് കളറിലെ പാൻസൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കുർത്തിയായിട്ട് എടുത്താലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇനി ചേട്ടന് ഒരു ഷർട്ട് വാങ്ങിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ല. അത്ര ടൈം കിട്ടിയുള്ളൂ. ചേട്ടന് വാങ്ങിച്ച ഷർട്ട് കാണിച്ചു തരാം. ഇതാണ് ചേട്ടന് വാങ്ങിച്ചിരിക്കുന്ന ഷർട്ട്. നല്ല കോട്ടൺ ആണ്, നല്ല കോട്ടൺ തുണി. ഇത് മാത്രമേ ഒന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചുരിദാർ വാങ്ങിക്കാൻ കയറിയ ഒരു കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. പിന്നെ ഷർട്ടുകളിലേക്ക് സ്പെഷ്യൽ കടകളിലേക്കൊന്നും പോകാൻ നമുക്ക് അങ്ങനെ അത്രയും ടൈം കിട്ടില്ല. നല്ല ലേറ്റായി ഞങ്ങൾ പോയി വന്നേപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1399 രൂപ. നല്ല കോട്ടൺ തുണിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. നല്ല സോഫ്റ്റ് കോട്ടണാണ്. ചേട്ടനത് ഇട്ട് നോക്കിയായിരുന്നു, ട്രയൽ റൂമിൽ പോയതൊക്കെ ഇട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ചേട്ടന് കംഫർട്ടബിളായിട്ടും നല്ലതായിട്ടും ഫിറ്റിംഗ് ആയിട്ടൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെ ഇതെടുത്തു. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്ത ഷോപ്പിംഗ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഷോപ്പിംഗ് അവസാനിച്ചിട്ടില്ല, ഷോപ്പിംഗ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി എല്ലാവർക്കുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും മാത്രമൊക്കെ വാങ്ങി ഇങ്ങനെ പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത്. കുറച്ച് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പക്ഷേ കമൻസ് ഇടാൻ മറന്നു പോകുന്നു. അപ്പോൾ നിങ്ങൾ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കമൻറ്റ് എഴുതാൻ ഒട്ടും തന്നെ മറക്കരുത്. അതുപോലെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെ നമ്മുടെ യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.